ഞങ്ങളുടെ ഗുരു വൈദിക സെമിനാരി പ്രിൻസിപ്പലുമായിരിക്കുന്ന ഡോക്ടർ ജേക്കബ് കുര്യനച്ചൻ, UAE സോണിൽ നിന്ന് വന്നിരിക്കുന്ന സൺഡേ സ്കൂൾ പ്രതിനിധികളായി ഇവിടെ എത്തിയിരിക്കുന്ന ഇൻസ്പെക്ടർ മിസ്റ്റർ ജോൺ ഈപ്പൻ, മിസ്റ്റർ ഡെജി പൗലോസ്, വന്യ വൈദിക ശ്രേഷ്ഠതയെ, പ്രിയപ്പെട്ട മക്കളെ, രണ്ടാമത്തെ വർഷമാണ് UAEയുടെ പ്രിയപ്പെട്ട മക്കൾ ഈ ക്യാമ്പസിൽ വന്ന് പ്രാർത്ഥിക്കുവാനും സഭയെക്കുറിച്ച് മനസ്സിലാക്കുവാനും അവരുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഭവയോഗ്യമാക്കി തീർക്കുന്നതായ ദിവസങ്ങളാണിത്. കഴിഞ്ഞ വർഷം വന്നതായ 30 കുട്ടികൾ ഇവിടെ വന്ന് താമസിച്ച് അവർക്ക് ഏറ്റവും അനുഗ്രഹമായി അവരെ തിരിച്ചുപോയി. ഈ വർഷം അപ്രകാരം തന്നെ അതിൻ്റെ വെളിച്ചത്തിൽ നടത്തുകയാണ് ഈ ക്യാമ്പ്. പോയ കുട്ടികളുടെ പ്രതികരണം അതായിരുന്നു: വൈദിക സെമിനാരി, എൻ്റെ സഭ, എൻ്റെ സെമിനാരി, ആ ഒരു ഉത്ബോധം അവർക്ക് വരുത്തുവാൻ തക്കവണ്ണം കഴിഞ്ഞ വർഷം സാധിച്ചു. പ്രത്യേക വൈദിക സെമിനാരിയിലെ ശമാശന്മാരുടെ കൂടെയുള്ള പ്രാർത്ഥന അവർക്കൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ് എന്ന് ആ കുട്ടികൾ അവസാന ദിവസം പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടായതായ ആ സന്തോഷം ഒരിക്കലും ലഭിക്കാത്തതായ ഒരു സന്തോഷമാണ് അവർക്ക് ലഭിച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ വന്നപ്പോൾ കുട്ടികളെ കൊണ്ട് തിരിച്ചു പോകുവാനായിട്ട് തയ്യാറായ മാതാപിതാക്കളെ കാണുവാൻ സാധിച്ചു. AC ഇല്ലാത്ത മുറികൾ, വളരെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതായ 5 സ്റ്റാർ ഫെസിലിറ്റി ഇല്ലാത്തതായിരിക്കുന്ന ഇതൊക്കെ കണ്ടപ്പോൾ ഇവിടെയാണോ എൻ്റെ പിള്ളേർ താമസിക്കുന്നതെന്ന് പറഞ്ഞ് കൊണ്ടുപോകാൻ നേരത്തെ ഒരു കുട്ടി പറഞ്ഞു, ഞാൻ ഇവിടെ താമസിച്ചോളാം, എനിക്കിതാണ് ഇഷ്ടം എന്ന് പറഞ്ഞ് ആ പേരൻസിനെ വാക്ക് മുട്ടിച്ചതായ ആ സംഭവം ഞാൻ ഓർക്കുകയാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും കാണാത്തതിൻ്റെ അപ്പുറത്തുള്ളതായ മറ്റൊന്നുണ്ട്. വരുന്ന സഭ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ വലിയ വലിയ തീഷ്ണതയുണ്ട്. കേരളത്തിലുള്ളവരെക്കാൾ കൂടുതൽ തീഷ്ണത കേരളത്തിന് പുറത്താണ്. ഇനി ഞാൻ അമേരിക്കയിൽ നിന്ന് കുറച്ച് കുട്ടികളോട് വന്നു. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അവിടെ ക്ലാസ്സിലേക്ക് വന്ന് ക്ലാസ് കാണാനായിട്ട് ചെമ്മാശന്മാരൊക്കെ പാട്ട് പാടുന്നത് കാണാനായിട്ട് വന്നതാണ്. ഞാൻ കുട്ടികളെ പരിചയപ്പെടുത്തി. ചെമ്മാശന്മാർ പറഞ്ഞു ഒരു പാട്ട് പാടുന്ന കുട്ടികൾ. അവർ പാടി, അവർ വിചാരിച്ചത് ഇംഗ്ലീഷ് പാട്ട് പാടുമെന്ന് വിചാരിച്ചു. അവർ പാടിയത് വെള്ളവും നിറഞ്ഞ ഒരു യേശു മലയാളത്തിലൊക്കെ പാടി. അവർക്ക് അവരുടെ സഭയോടും അവരുടെ ആരാധനയോടുമുള്ളതായ സ്നേഹവും കൂറും എന്താണെന്നുള്ളത് വളരെയധികം മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ കടന്നു വന്നിരിക്കുന്ന ഈ പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾ, അവർക്ക് അവരുടെ സഭയോടുള്ളതായ സ്നേഹം, ഈ സഭയോടുള്ളതായ ബഹുമാനം, ആദരവ്, പിതാക്കന്മാർ വന്ന് പ്രാർത്ഥിച്ചതായ അനുഗ്രഹീതമായി സ്ഥലത്തിരുന്ന് പഠിക്കുവാൻ തക്കവണ്ണം സാധിച്ചുവെന്ന് ഭാവിയിൽ അവർക്ക് അഭിമാനിക്കുവാൻ തക്കവണ്ണം ഈ ഒരു ചെറിയ ക്യാമ്പ്, ആളുകളുടെ ബാഹുല്യം നമ്മൾ നോക്കുന്നില്ല, വളരെ ഒരു ചെറിയ ജീവനെയാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നത്. ഈ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ആമുഖമായി സന്തോഷം കൊണ്ട് പറയുന്നു, പരിശുദ്ധ ബാബാ തിരുമേനി എഴുന്നള്ളിരിക്കുന്നതായ ഒരു സദസ്സ് അതിഭയങ്കരമായിരിക്കുന്ന ഒരു സദസ്സ് ആകേണ്ടതാണ്. പക്ഷേ ഈ കുഞ്ഞു മക്കൾ സെലക്റ്റഡ് ആയിരിക്കുന്ന കുട്ടികളെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കുവാൻ തക്കവണ്ണം UAE സോൺ സൺഡേ സ്കൂൾ ഇൻസ്പെക്ടർ ആയിരിക്കുന്ന ശ്രീ ജോൺ ഈപ്പനെ സന്തോഷപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. Our most beloved and most respected Baba Tirumeni, respected Dr. T.J. Joshua, respected Dr. Jacob Kurien, respected MP George Achin, the other Achins that are here, and the teacher from UAE. I do not know a lot of people here, but everyone gathered here, and my beloved children. We and UAE, I think, are extremely lucky that we are able to organize a function like this way during our holidays, where
we get this opportunity to come and experience firsthand what our church is. Base the roots and learn about the church, not through words, but by first-hand experiences. When some questions are asked to me, which I am not able to answer, I normally tell them one thing, that I know sugar is sweet, but how do I make you understand it? I can only make you understand it by giving you a spoon of sugar and saying, yeah, that is sweetness and that is sweet taste. And that is the only thing that I can say about our faith also, and how we worship it. We experience it, we live it, and then we understand the truth of it, and we love it more and more through our experience, through our faith that we have gained. I thank everybody at the onset for having organized such a function. I know how difficult it is for letting our children have this wonderful experience. I go to my duty. I'm not prepared. I just walked in and I was handed over this piece of paper. I take this opportunity to welcome into our midst our most beloved, most respected, His Holiness Baba Tirumeni. We know his busy schedule, and I'm really, really happy for all the children gathered here that your Grace, your Holiness could spare this time to be with us. And on behalf of all these children, I thank you, your Holiness. All of us, I do not know how many of you all know Dr. T.J. Joshua Achan here. One of the most outstanding personalities of our church. I am overwhelmed by emotion to talk more about him. And this morning he was telling me that he's 85 years old and continues to contribute. And every talent that we have, we need to use it, and we should not hide it. So let us work. And our Achan is the example of working even at this ripe old age. He is not old, but he is young at 85 years. See the energy in which he goes around. And thank you very much, Achan, for being with us. Dr. Jacob Kurian, Achan. Achan, first time I met him long time back in my small parish in Konur. And Achan took all of us away by his simplicity and by his method of addressing the entire audience. And I'm sure most of you know Achan also. I think Achan has been there to Abu Dhabi and all quite often. And you all know Achan. And I'm sure that you all have heard his speeches before. And on behalf of all of you, I again take this opportunity to thank Dr. Jacob Kurian Achan for being with us. The live wire behind this entire program is Reverend Father MP George, who took up the leadership, and along with that, Deji Paulos took up this leadership to have this camp. And on behalf of all of you, I think Achan requires a big, big thank you for having given us this experience. Thank you. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി, നമ്മുടെ എല്ലാം വന്യ ഗുരുഭൂതൻ ആദരണീയനായ ടി.ജെ. ജോഷുവ അച്ഛൻ, ബഹുമാനപ്പെട്ട MP ജോർജ് അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ശമാശന്മാരെ, ഈ കോൺഫറൻസിൻ്റെ സംഘാടകരായ ജോണി ബെൻ സാറ്, ഡെജി പൗലോസ് സാറ്, മറ്റ് ഇതിൻ്റെ സംഘാടകരായ സഹോദരങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ട ഇതിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരിക്കൽ കൂടി
നിങ്ങളുടെ തറവാട്ടിലേക്ക് വന്നിരിക്കുന്നു. സഭാ കുടുംബത്തിന്റെ ഒരു തറവാടാണ് പഴയ സെമിനാരി, അല്ലേ? Let me see who all were able to attend last year's program here. 1, 2, 3, 4. Yes, that's great. നിങ്ങൾ പറഞ്ഞിട്ടായിരിക്കും ബാക്കിയുള്ള പല ഫ്രണ്ട്സും ഇക്കൊല്ലം ഇവിടെ വരാൻ താല്പര്യം കാണിച്ചത്. ഈ ക്യാമ്പസിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുവാനായിട്ട് ഈ സ്ഥാപനത്തിന്റെ ഇപ്പോഴത്തെ ഒരു എളിയ ശുശ്രൂഷൻ എന്നുള്ള നിലയിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നമ്മുടെയൊക്കെയും തറവാടിന്റെ വലിയ പിതാവും കാരണവരുമായ ബാബാ തിരുമേനി അപ്പച്ചന്റെ കൂടെ കുറെ സമയം ഇരിക്കുക എന്ന് പറയുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അത് നിങ്ങളൊക്കെ ഒരിക്കലും മറക്കുകയില്ല. അതുപോലെ തന്നെ അനേകം തലമുറകളുടെ ഗുരുവായ ബഹുമാനപ്പെട്ട ജോഷുവാച്ചന്റെ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ നിങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ ഇന്ന് സാധിച്ചു. അത് നിങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. ഒരു വലിയ അനുഭവമാണ്. അതുപോലെ ഇവിടെയുള്ള നമ്മുടെ MP ജോർജ് അച്ഛൻ, ഈ ശ്രുതി പ്രോഗ്രാമിന്റെ ഡയറക്ടറായ MP ജോർജ് അച്ഛൻ ഇപ്പം ഈയിടെയായിട്ട് അച്ഛൻ ഇങ്ങനെ പുറകെ അവാർഡുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റേറ്റിന്റെ തലത്തിലുള്ള അവാർഡുകൾ ഒക്കെ, ഇന്റർനാഷണൽ അവാർഡുകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സന്തോഷ സന്ദർഭത്തിലാണ് ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്നത്. അബുദാബിയില് കുന്നൂർ കഴിഞ്ഞ് അബുദാബിയിൽ ഞാൻ ചെന്നപ്പോഴത്തെ അവിടുത്തെ സൺഡേ സ്കൂളിന്റെ ശക്തി കണ്ടപ്പോൾ, അതിന്റെ പിന്നില് ജോണി പിൻ സാറൊക്കെ പ്രവർത്തിക്കുന്നത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. അത് ഒക്കെ അവരുടെ ആ ഒരു സാന്നിധ്യത്തിൽ ഇവിടെയും നമ്മുടെ ഈ ക്യാമ്പ്, ഞാനതിന് കഴിഞ്ഞ വർഷം പേര് ഒലീസ ക്യാമ്പ് എന്ന് ഓർക്കുന്നുണ്ടോ? നമ്മളൊന്ന് പാടിയത് ഓർക്കുന്നുണ്ടോ? ഏതാണ്ടൊന്ന് പാടിയല്ലേ? ഞാൻ ഒട്ടും പാടാൻ എടുക്കാനല്ല, ഞാൻ ഒട്ടും പാട്ട് കമ്പോസ് ചെയ്യാൻ എടുക്കുന്നില്ല. പക്ഷേ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികളെല്ലാം കൂടെ ഒരു ചെറിയ രീതിയിൽ അതൊന്ന് കമ്പോസ് ചെയ്തു. അതേതാണ്ട് ഇങ്ങനെയായിരുന്നു. വാരുവിനെയൊക്കെ ചിരിക്കുമായിരിക്കും. വാരുവിനെയൊക്കെ എന്റെ പാട്ടിനെ കുറിച്ച് നല്ല അഭിപ്രായം. ഒലീസ 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 ഓലി 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 ഒലീസ. ഓർത്തഡോക്സ് ലിറ്റർജി സാക്രമെന്റ്സ് ക്ലാസ് എന്നുള്ളതിനെ നിങ്ങൾ ഒലീസ എന്ന് സംഗ്രഹിച്ചു. അതിനെ നിങ്ങളൊന്ന് നിങ്ങളുടെ ക്യാമ്പിന്റെ ഒരു, നിങ്ങൾ വല്ലപ്പോഴും കൂടുമ്പോഴൊന്ന് ചൊല്ലാനായിട്ട് ഒന്നിച്ചൊന്ന് ചൊല്ലുകയും, ഒലീസ 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 ഓലി 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 ഒലീസ. ഓക്കെ, അത് ഭംഗിയായിട്ട് ഇവിടെയുള്ള ഷൈജു അച്ഛനൊക്കെ ചിലപ്പോഴൊന്ന് ട്യൂൺ ചെയ്ത് തരുമായിരിക്കും. എനിവേ, നിങ്ങളുടെയൊക്കെ ജീവിതത്തില് ഈ ഓർത്തഡോക്സ് ലിറ്റർജി ആൻഡ് സാക്രമെന്റ്സ് ക്ലാസ് എന്ന് പറയുന്നത് എന്നും ഓർത്തിരിക്കാനുള്ളതായിരിക്കും എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം കഴിഞ്ഞ വർഷം MP ജോർജും പറയായിരുന്നു, വന്ന ദിവസം പേരൻസ് അവരെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി, അവസാനം ഈ പിള്ളേരെ ഒന്ന് പറഞ്ഞു വിടാനായിട്ട് വന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. അവർ പോവുകയില്ല ഈ ക്യാമ്പസിൽ നിന്ന്. കാരണം അത്രമാത്രം അവരിതിന്റെ ഭാഗമായി. They loved the campus, they loved the seminary, they loved the church. അത് നിങ്ങൾക്ക് ഈ കൊല്ലവും അനുഗ്രഹകരമായ ഒരു പുതിയ അനുഭവമായിട്ട് തീരും എന്നെനിക്ക് പ്രതീക്ഷയുണ്ട്. ഇതിന്റെ പിന്നിൽ സംഘടിപ്പിക്കുവാനായിട്ട് പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ അനുമോദിക്കുന്നു. നമ്മുടെ ഡെജി പൗലു സാറൊക്കെ നിശ്ചയമായിട്ടും ഇതിനുവേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ട് കാണും. ഇതിന്റെ പിന്നിൽ അവർക്കൊരു വിഷൻ, ഒരു ദർശനമുണ്ട്. അത് നിശ്ചയമായിട്ടും ഈ നമ്മുടെ UAE സഭയുടെ ഇടവകകളുടെ ഭാവിയെ സംബന്ധിച്ചുള്ള ഒരു ദർശനമാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, സ്വപ്നം കാണുന്ന രീതിയിൽ പൂവണിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ബൈബിളിൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേര് നിങ്ങൾക്കൊക്കെ അറിയാം. ജോസഫ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഉണ്ട്. ജോസഫ് ഒരു വലിയ കുടുംബത്തില് ഒത്തിരി സഹോദരന്മാരുടെ ഇടയില് ജനിച്ചു വളർന്ന ആളാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ് ഈവൻസ് ഇൻ ലൈഫ് നിങ്ങൾ ഓർക്കുന്നുണ്ട് അല്ലേ? ഓടിപ്പോകേണ്ടി വന്നു, വിൽക്കപ്പെടേണ്ടി വന്നു, ഒരു സ്ലേവിനെ പോലെ, ഒരടിമയെ പോലെ വിൽക്കപ്പെടേണ്ടി വന്നു. ചെന്നിടത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷേ
അദ്ദേഹം എന്തു ചെയ്തു? He was true to his faith and he was a very honest child of God. ദൈവത്തിന്റെ വിശ്വസ്തനായ ഒരു പൈതലായിട്ട് ജീവിക്കുവാനായിട്ട് ശ്രമിച്ചു. He had many temptations. പക്ഷേ അതിനെ അതിജീവിക്കുവാൻ തക്ക ഒരു വിശ്വാസം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് നമുക്കൊക്കെ സാധിക്കണം. അതിൻ്റെ ഒരു സന്നദ്ധത, അതിനു വേണ്ടിയുള്ള ഒരു വലിയ ദാഹം നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ ആ ഒരു വിശ്വാസത്തിന്റെ ആ ഒരു തീക്ഷ്ണത, ദൈവത്തോടുള്ള ഒരു വിശ്വസ്തത, അത് വളരെ വ്യക്തമാണ്. അത് വളരുവാൻ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഇത് നിങ്ങൾക്ക് അനുഗ്രഹകരമായ ശുഭകരമായ ഒരു അനുഭവമാകട്ടെ. May this be a blessed experience in your life, an event ever memorable in life. അത് നിങ്ങൾക്കാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ സമ്മേളനത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഞാൻ ഏതാനും വാചകങ്ങൾ പറയുന്നതിന് മുമ്പ് നിങ്ങളുടെ പേരും ഒരു പരിചയപ്പെടലും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരുപക്ഷെ ഇനി നാളെയോ മറ്റന്നാളോ 2-3 ദിവസം അവിടെ ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ നിങ്ങളോട് സംസാരിക്കുവാൻ, ഇടപഴകുവാൻ ഒരുപക്ഷെ എനിക്ക് ഇന്ന് കിട്ടുന്ന ഈ അവസരം നാളെ കിട്ടുമോ എന്നറിയാൻ പാടില്ല, സാധ്യതയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ പേര്, പഠിക്കുന്ന ക്ലാസ്, പിന്നെ UAE ഏത് ഒരിടവകയുള്ള എല്ലാ ഇടവകളും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറയുന്നത് നല്ലതാണ്. എനിക്കത് കേട്ടാക്കണം. ജോസഫ് തോമസ്, അജോ തോമസ്. ഷാർജ. എൻ്റെ പേര് ജോർജ് ഡാനിയൽ ജോർജ്. ഞാൻ 7th ഞാൻ ഷാർജ. എൻ്റെ പേര് അമൽ. ഞാൻ ഷാർജയിൽ നിന്നാണ്. ഞാൻ 9th പഠിക്കുന്നു. എൻ്റെ പേര് ജെഫ് ജോൺസൺ. ഞാൻ ഇപ്പോൾ 10th പഠിക്കുന്നു, അബുദാബി. എൻ്റെ പേര് നൈജൽ. ക്ലാസ് 10. ഞാൻ അബുദാബി. എൻ്റെ പേര് ഈപ്പൻ. 10th പഠിക്കുന്നു, അബുദാബി. എൻ്റെ പേര് ജോബിൻ. 10th പഠിക്കുന്നു, അബുദാബി. എൻ്റെ പേര് കെവിൻ. സ്റ്റാൻഡേർഡ്. എൻ്റെ പേര് ജിത്തു. ഞാൻ 10th സൈഡിൽ പഠിക്കുന്നു, അബുദാബി. എൻ്റെ പേര് റോബർട്ട്. ഞാൻ 8th പഠിക്കുന്നു, എൻ്റെ പേര് ഷിബിൻ. ഞാൻ അബുദാബി ആണ്, ഇപ്പം 9th. എൻ്റെ പേര് റയാൻ ഡെവി ജോൺ. I'm studying in 5th. I'm from Mumbai. Angela. I'm studying in ഷാർജ. എൻ്റെ പേര് എവൻറ്റീന ജോൺ. ഞാൻ 9th ഞാൻ ഷാർജയിലാണ്. ബഹുമാനപ്പെട്ട TJ ജോഷു അച്ഛൻ, വൈദിക സെമിനാരിയുടെ പ്രിൻസിപ്പൽ ഡോക്ടർ ജേക്കബ് കുന്നച്ചൻ, ബഹുമാനപ്പെട്ട ഈ ശ്രുതി സ്കൂളിൻ്റെ ഡയറക്ടറായിരിക്കുന്ന MB ജോർജ് അച്ഛൻ, മറ്റ് സഹോദര വൈദികരെ, UAE നിന്ന് സന്നിഹിതരായിരിക്കുന്ന സൺഡേ സ്കൂൾ അധ്യാപകരെ, സീനിയർ മെമ്പേഴ്സ്, മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ വാത്സല്യനിധികളായ കുഞ്ഞുങ്ങളെ, നിങ്ങളോട് കൂടെ കുറേ സമയം ചെലവഴിക്കാൻ ലഭിക്കുന്നത് പറയുന്നത് ഒരു ആഹ്ലാദകരമായ മുഹൂർത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാനുള്ളതിനേക്കാളും നിങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പലതും പഠിക്കാനുണ്ടാകും എന്നാണ് എൻ്റെ വിചാരം. കുറച്ച് സമയമോ 1-2 ദിവസമോ നിങ്ങളോടൊപ്പം ചെലവഴിക്കുവാൻ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും എ ലോട്ട് ഓഫ് തിങ്സ് നിങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കും. പക്ഷെ നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങളും അറിയുകയില്ല, ഞങ്ങളും അറിയുകയില്ല. കാരണം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ടീച്ചിങ്ങിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ നാം ഒരുമിച്ച്
ഒരു കുടുംബത്തിൽ താമസിക്കുന്നത് പോലെ താമസിക്കുമ്പോൾ പരസ്പരം അറിയുവാനും ഇടപെടുവാനും സംസാരിക്കുവാനും വിലയിരുത്തുവാനും പഠിക്കുവാനും ഒട്ടേറെ കാര്യങ്ങളുണ്ട് എന്നാണ് എൻ്റെ വിചാരം. പ്രത്യേകിച്ച് ഗൾഫ് മേഖലകളിലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വിശാലമായ ക്യാമ്പസിൽ അവർക്ക് ചാടി ഓടി നടന്ന് കളിച്ചു കൂത്താടി സമയം ചെലവഴിക്കുവാൻ കിട്ടുന്ന സന്ദർഭം ചുരുക്കമായിരിക്കുമെന്ന് ഞാൻ പറയുന്നത് ചിലപ്പോൾ അതിര് കടന്നതായിരിക്കാം. സാധാരണ കേരളത്തിലെ ഒരു ഗ്രാമത്തിൽ ലഭിക്കുന്ന സൗഹൃദം, സമയം, സന്ദർഭം നിങ്ങൾക്ക് അവിടെ ലഭിക്കുമെന്ന് എനിക്ക് വിചാരമില്ല. മിക്കവാറും എല്ലാവരും സാധാരണ ആവറേജ് കുടുംബങ്ങളൊക്കെ ഫ്ലാറ്റിലായിരിക്കും താമസിക്കുന്നത്, അല്ലെങ്കിൽ മെഗാ വില്ലാസൊക്കെ കാണുമായിരിക്കും. പക്ഷെ അത് കുറഞ്ഞ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാകാൻ ഇടയുള്ളൂ എന്ന് ഞാൻ വെറുതെ ഊഹിക്കുകയാണ്. അപ്പോൾ ഈ സുന്ദരമായ ഒരു ക്യാമ്പസ് ഇവിടെ ഉണ്ട്. തൊട്ടടുത്ത് മീനച്ചിലാറുണ്ട്. 100-200 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾ നിങ്ങളോട് പലതും സംസാരിക്കും. ഇവിടെയുള്ള ചെടികളും ഇവിടെയുള്ള പക്ഷികളും ഈ അന്തരീക്ഷവും ഇവിടത്തെ ചാപ്പലും ഇവിടുത്തെ പ്രാർത്ഥനകളിലൂടെ നിങ്ങളുടെ ആ ശ്രവണവും, ഇങ്ങനെയുള്ള ഒരു ക്യാമ്പസ് മണലാരണ്യത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വളരെ വിരളമായ ഒരു സൗകര്യമേ ഉള്ളൂ. ഞാൻ ഒരിക്കൽ അബുദാബി പള്ളിയിൽ ചെന്നപ്പോൾ ഈ സൺഡേ സ്കൂൾ തുടങ്ങുന്നതിന് മുൻപും സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ടും അവിടെയുള്ള കുട്ടികൾ ചാടി ഓടി അതിൽ ഇടിച്ച് പോകുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചായിരുന്നു, അന്നത്തെ വിചാരിച്ചോട് ഈ കുട്ടികളൊക്കെ വല്ലാതെ ഇങ്ങനെ ഒരു വല്ലാത്ത വിധത്തിൽ ഓടി ചാടി വരണ്ട് നടക്കുന്നുണ്ടല്ലോ. അപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, എൻ്റെ തിരുമേനി അവരൊന്ന് ഓടട്ടെ, അവരൊന്ന് കളിക്കട്ടെ, അവരൊന്ന് സംസാരിക്കട്ടെ, അവരൊന്ന് അടിപിടി കൂടട്ടെ, അതെല്ലാം വളരെ നല്ലതാണ് എന്ന് അന്നത്തെ വികാരി എന്നെ ഉത്ബോധിപ്പിക്കുകയും അത് ഞാൻ ഒന്ന് അമർന്ന് ചിന്തിച്ചപ്പോൾ അത് ശരിയാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസം ഈ സുന്ദരമായ അതിൽ നിങ്ങൾ AC-യോ അല്ലെങ്കിൽ സമൃദ്ധമായ രുചികരമായ ഒരു ആഹാരമോ ഒന്നും ആയിരിക്കുകയില്ല. ഒരു പക്ഷേ നിങ്ങൾ ഇഷ്ടപ്പെടാൻ പോകുന്നത് ഇവിടെയുള്ള വാസം, ഇവിടെയുള്ള കൊതുകിൻ്റെ കടി, ഇവിടെയുള്ള ഇടപെടൽ, ഇവിടെയുള്ള അന്തരീക്ഷം, ചാപ്പലിൽ നിങ്ങൾക്ക് കഴിച്ചു കൂട്ടുവാൻ കിട്ടുന്ന സന്ദർഭം, ഇതൊക്കെ മറന്നുപോകാത്ത മുദ്രകളായി നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും അവശേഷിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ യു ആർ ലക്കി. കാരണം എന്നും എപ്പോഴും ഇത് ലഭിക്കുകയില്ല. പിന്നെ നിങ്ങൾ പഠനമൊക്കെ കഴിഞ്ഞ് ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും സമയവും ലഭിക്കുകയില്ല. കുറെ 1-2-3 ദിവസങ്ങളൊക്കെ ഇങ്ങനെ എവിടെയെങ്കിലും കഴിച്ചു കൂട്ടണമെങ്കിൽ നിങ്ങൾ ഒരുപാട് ബന്ധപ്പെടേണ്ടി വരും. കാരണം എല്ലാവരും നമ്മൾ തിരക്കിട്ട ജീവിതം നയിക്കുന്നവരായിരിക്കും. നിങ്ങൾ കുട്ടികളായിരിക്കുമ്പോഴും നിങ്ങൾക്ക് നിങ്ങളുടേതായ ലോകത്തിൽ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാൻ കാണും, പഠിക്കാൻ കാണും, നിങ്ങളും ബിസി ആയിരിക്കും. പക്ഷെ എങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ വേർപെട്ട് ടു ബി വിത്ത് ദിസ് സെമിനാരി ആൻഡ് സെമിനാരി ടീച്ചേഴ്സ്, ദിസ് അറ്റ്മോസ്ഫിയർ, ഇതെല്ലാം നിങ്ങൾക്ക് ഒരു പുതുമയുള്ള ഒരു പുതിയ ഉൾക്കാഴ്ച സഭയെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, ദൈവം എങ്ങനെ ഇടപെടുന്നു, ദൈവം എങ്ങനെ നമ്മെ പരിപാലിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചില പുതിയ അറിവുകളും പുതിയ അനുഭവങ്ങളും ഇവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് എൻ്റെ ഒരു വിചാരം. തീർച്ചയായും അതുകൊണ്ട് നിങ്ങളെ ഒരു പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും നിങ്ങൾ ഇവിടെ ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ ഇതിന് സമയം കണ്ടെത്തിയതും നിങ്ങളുടെ മാതാപിതാക്കൾ ഇതിനു വേണ്ടി നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചതും അതുപോലെ നിങ്ങളുടെ സൺഡേ സ്കൂൾ അധ്യാപകർ ഇക്കാര്യത്തിൽ എടുത്ത താല്പര്യമൊക്കെ പ്രശംസനീയമാണ് എന്ന് ഞാൻ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ് എന്ന് നിങ്ങൾക്കറിയാം. എന്താണ് 21ാം നൂറ്റാണ്ടിന്റെ പ്രത്യേകത എന്ന് നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകളിലൂടെ കുറെയൊക്കെ ഊഹിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. 1988-ലോ 90-കളിലൊക്കെ ഞാൻ ഈ ഗൾഫ് രാജ്യത്ത് പോകുമ്പോൾ അവിടെയുള്ള മൊബൈൽ ഫോണിൽ ഇരുന്ന് കാറിലിരുന്ന് പിന്നെ ഞങ്ങളെ കൊണ്ടുപോകുന്നവർ സംസാരിക്കുമ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, ഇതൊക്കെ കോട്ടയത്തും കുന്നംകുളത്തും ഒക്കെ നമ്മുടെ കാലം കഴിഞ്ഞ് മാത്രമേ വരാനിടയുള്ളൂ.
കാറിലിരുന്ന് ടെലിഫോണിൽ സംസാരിക്കുക എന്ന് പറയുന്നത് അന്നൊക്കെ ഞാൻ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളിലേക്ക് വെച്ച് വലിയ അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇന്ന് അത് ഇവിടെയൊക്കെ ദുബായിലുള്ളതുപോലെയും അമേരിക്കയിലുള്ളതുപോലെയും ഒക്കെ ഉള്ള വികസനം ലോകം മുഴുവനും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക വെല്ലുവിളികൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഒരുപക്ഷെ ശാസ്ത്ര സാങ്കേതിക വെല്ലുവിളികൾ ഒരു വശത്ത്, അങ്ങനെയുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ ദൈവ സാന്നിധ്യത്തെ കുറിച്ചുള്ള നമ്മുടെ ഉൾക്കാഴ്ചയെ കുറിച്ചുള്ള ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകാവുന്നതാണ്. അതുപോലെ തന്നെ ഉയർന്ന തലത്തിലുള്ള വിദ്യാഭ്യാസവും ആ വിദ്യാഭ്യാസത്തിൽ നമുക്ക് ലഭിക്കുന്ന അറിവുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഒട്ടേറെ സംഘർഷങ്ങളുണ്ട്. ആ സംഘർഷങ്ങളൊന്നും ഒരുപക്ഷെ നാം പ്രകടിപ്പിക്കുകയില്ല. അതെല്ലാം നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടാകും. പക്ഷെ എനിക്ക് ഓർപ്പിക്കാനുള്ളത് 21ാം നൂറ്റാണ്ടിലാണെങ്കിൽ പോലും നാം ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമാണെന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഒരു മാതാവും പിതാവും ഒരു അപ്പ അമ്മ നിങ്ങൾക്ക് കാണും ലോകപ്രകാരം. പക്ഷെ അതോടൊപ്പം നിങ്ങളെ വളർത്തുകയും സ്നേഹിക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നേടിത്തരികയും ചെയ്യുന്ന അപ്പ അമ്മ എന്ന് പറയുന്ന രണ്ട് സങ്കല്പങ്ങൾ അല്ലെങ്കിൽ രണ്ട് ആളത്വങ്ങളോടൊപ്പം തന്നെ നിങ്ങളുടെ അപ്പ, ദൈവമാകുന്ന ഒരു അപ്പ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ഒരു വിചാരവും വിശ്വാസവും സങ്കല്പവും ചെറുപ്പം മുതൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകണം. ഈ ദൈവമാകുന്ന അപ്പ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു സങ്കല്പം നിങ്ങൾക്ക് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് സ്വയം അച്ചടക്കവും നിയന്ത്രണവും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ദൈവമാകുന്ന അപ്പ ഞങ്ങളോടൊപ്പമുണ്ട്, ദൈവമാകുന്ന അപ്പ ഞങ്ങളോട് സംസാരിക്കുന്നുണ്ട്, ദൈവമാകുന്ന അപ്പയുമായിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നതും കളിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ എന്ന ഒരു വികാരം കുരുന്നു മനസ്സിൽ നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത്. നാം കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ, പിറന്നു വീഴുമ്പോൾ നാം എല്ലാം ഒരു പരിശുദ്ധ ജീവിതത്തിന്റെ ഉടമകളാണ്. ഞാൻ പറയും, പരിശുദ്ധ പരിമല തിരുമേനിയേക്കാളും പരിശുദ്ധന്മാരായിരിക്കും പിറന്നു വീണ പൊടിക്കുഞ്ഞ്. കാരണം കർമ്മം കൊണ്ടോ ചിന്ത കൊണ്ടോ മാലിന്യത്തിന്റെ അംശം പോലും ആ മനസ്സിലോ ഹൃദയത്തിലോ ഒന്നും എത്തിക്കാണുകയില്ല. പക്ഷേ ആ കുരുന്ന് ഹൃദയത്തിൽ തന്നെ തിന്മയുടെ ഒരു വിത്ത് അവിടെ മുളയ്ക്കാതെ അവിടെ കിടപ്പുണ്ട്. ആ തിന്മയുടെ പാപത്തിന്റെ വിത്ത് മുളച്ചു വളർന്ന് ഇങ്ങനെ പ്രായം നമ്മുടെ ശരീരം വളരുന്നത് പോലെ തന്നെ ആ സീഡ് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അവിടെയൊക്കെ അതിനെ നിയന്ത്രിച്ച് ദൈവമാകുന്ന അപ്പയോടൊപ്പം ഞാൻ ജീവിക്കുന്നു എന്ന വിശ്വാസവും സങ്കല്പവും ശക്തിപ്പെടുമ്പോൾ നാം ദൈവത്തിനും നമ്മുടെ നാടിനും സഭയ്ക്കും ഏറെ പ്രയോജനപ്പെടുന്ന വ്യക്തിത്വങ്ങളായി ആളത്വങ്ങളായി നാം വളരാതിരിക്കുകയില്ല. നിങ്ങൾക്കൊരു പക്ഷേ ഈ നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വാർത്തകളൊക്കെ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകൾ, അവരുടെ അനാഥത്വം, അവരെ പീഡനം, അവരെ പീഡിപ്പിക്കുന്നു, ചിലർ വിൽക്കുന്നു, ചിലർ കൊല്ലുന്നു. ഇതിനൊക്കെ വേണ്ടതുപോലെയുള്ള അത് തടസ്സപ്പെടുത്താനോ അതിൽ നിന്ന് കുട്ടികളെ വാരിയെടുത്ത് രക്ഷിക്കുവാനോ ഒന്നും വേണ്ടത്ര സൗകര്യമില്ലാത്ത ഒരു രാജ്യമായി തീർന്നിരിക്കുകയാണ് ഈ രാജ്യം എന്നുള്ളത്. അപ്പോൾ 21ാം നൂറ്റാണ്ടിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, നിങ്ങൾക്ക് മൊബൈൽ ഫോൺ എന്നെക്കാളും മെച്ചമായിട്ട് ഉപയോഗിക്കാൻ അറിയാമായിരിക്കും, അതൊന്നും സംശയമില്ല. ഞാൻ ഈ മൊബൈല് കിട്ടിക്കഴിഞ്ഞാൽ ഈ പട്ടിക്ക് തേങ്ങ കിട്ടിയ പോലെ അങ്ങോട്ട് തിരിച്ച് കഷ്ടി മുടിച്ച് ഒന്ന് വിളിക്കാനും കേൾക്കാനും മാത്രമുള്ള വിവരമേ എനിക്കായിട്ടുള്ളൂ. പക്ഷെ ഞാൻ പറഞ്ഞത്, ഇത് മുഖാന്തരം ഉണ്ടാകുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്, ഒത്തിരി പ്രയോജനങ്ങളുണ്ട്. എത്ര പ്രയോജനങ്ങളുണ്ടോ അതേ അളവിൽ തന്നെ അതിൻ്റെതായ പ്രത്യാഘാതങ്ങളുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അത് മുഖാന്തരം ഉണ്ടാകുന്ന നന്മകളും തിന്മകളും. ഇരുമ്പ് കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കാം. ആ ഇരുമ്പ് കൊണ്ട് ഒരു ആയുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ ആയുധം കൊണ്ട് മറ്റൊരാളുടെ കഴുത്തറക്കാം. പക്ഷേ ആ ഇരുമ്പ് കൊണ്ട് തന്നെ ഒരു കസേരയോ ഒരു പണപ്പെട്ടിയോ ഒരു സേഫോ
അതുകൊണ്ട് തന്നെ നിർമ്മിക്കാം. അപ്പോൾ ഇരുമ്പ് എന്ന് പറയുന്ന മൂലകം എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുവോ ആ ഉപയോഗിക്കപ്പെടുന്നതിലാണ് അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവാംശമുണ്ട്. അതുപോലെ തന്നെ തിന്മയുടെ അംശം അത് പിന്നെ വളരെ ഒരു ഹിഡൻ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു വളരെ ഒരു ഒളിച്ചിരിക്കുന്ന തിന്മയുടെ വിത്തുകളുണ്ട്. അതും ഒരുപോലെ വളർന്നു വരും. അങ്ങനെ വളർന്നു വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാനും ഈ ഒരു ദൈവത്തിൻ്റെ ആൾരൂപം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ പുത്രി എന്ന ആ ഒരു പദവി നമുക്ക് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാനുള്ള ഒരു ആഗ്രഹവും പരിശ്രമവും നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. കുറേ നല്ല മൂല്യങ്ങളുണ്ട്, കുറേ നല്ല ശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ നല്ല ശീലങ്ങൾ നിങ്ങളെ ഇങ്ങനെയുള്ള പിന്നെ അപകടകരമായ സ്വഭാവത്തിൽ നിന്ന് നമ്മെ തീർച്ചയായും അതൊരു വേലി പോലെ, ഒരു പ്രതിരോധം പോലെ നമ്മെ രക്ഷിക്കാതിരിക്കുകയില്ല. നാം എത്ര ബുദ്ധിമാന്മാരായിരുന്നാലും എത്ര ധനം സമ്പാദിച്ചിരുന്നാലും ദൈവത്തോടൊപ്പമായിരിക്കുകയും ദൈവത്തിൻ്റെ ഒരു 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 സ്നേഹമുള്ള പൈതലായി വളരുകയും ചെയ്യുക എന്നുള്ളതാണ് ലോകത്തിൽ ഒരു മനുഷ്യന് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്നാണ് എനിക്ക് തോന്നുന്നത്. ശമൂവേൽ ബാലനെ നമുക്കറിയാം. ആ പൈതൽ, ആ ബാലൻ ദേവാലയത്തിൽ പുരോഹിതനോടൊപ്പം കഴിയുമ്പോഴും പുരോഹിതന്റെ വിധേയത്വത്തിൽ അനുസരണത്തോടെ 2 or 3 തവണ ഉറങ്ങാൻ കിടന്നിട്ട് വിളിച്ചുണർത്തുമ്പോഴും മുഖം പാടാതെ മറുപടി പറയുന്ന ഒരു ബാലന്റെ മുഖം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഒരു മഹാരാജാവ് 3 കുട്ടികളെ ചോദ്യം ചെയ്ത് രാജാവിനെ വന്ദിക്കണമെന്ന് പറയുന്ന ഒരു ബിംബാരാധനയുടെ സന്ദർഭത്തിൽ ആ കുട്ടികൾ പറയുന്ന ചില വാക്കുകളുണ്ട്. അല്ലയോ രാജാവേ, അങ്ങയുടെ ബിംബത്തെ ഞങ്ങൾ വന്ദിക്കുകയില്ല. ഞങ്ങൾ അങ്ങനെ വന്ദിക്കാത്തത് കൊണ്ട് അങ്ങ് നിർദ്ദേശിക്കുന്ന വിധത്തിൽ ഞങ്ങളെ തീച്ചൂളയിൽ എറിഞ്ഞു കളഞ്ഞാലും ഞങ്ങൾ ആരാധിക്കുന്ന, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. അത്രയും വരെ നമുക്കൊക്കെ പറയാം. അടുത്ത വാചകം ഗംഭീരമാണ്. അഥവാ രക്ഷിച്ചില്ലെങ്കിലും, രക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്, അഥവാ രക്ഷിച്ചില്ലെങ്കിലും അങ്ങയുടെ ബിംബത്തെ ഞങ്ങൾ ആരാധിക്കുകയില്ല എന്ന് പറയാൻ തക്കവണ്ണമുള്ള ചങ്കൂറ്റം, അത് ചെറുപ്രായത്തിൽ തന്നെ ആ കുട്ടികൾക്ക് അവരുടെ ഭവനത്തിൽ നിന്ന്, അവരുടെ സൺഡേ സ്കൂളിൽ നിന്ന്, അവരുടെ മുതിർന്ന തലമുറയിൽ നിന്ന് ഒക്കെ പഠിച്ച് വിശ്വസിച്ച് അവരെ അതുകൊണ്ട് വലിയ അത് നിറഞ്ഞ് സജ്ജരായിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു മഹാരാജാവിനോട് അങ്ങനെ പറയാൻ ഒരു 2-3 ബാലന്മാർക്ക് കഴിയുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ അപ്പ അമ്മ പ്ലസ് ദൈവമാകുന്ന അപ്പ, ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ വിടുമിടുക്കരും സാമർഥ്യമുള്ളവരുമാകും. ലോകത്തിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ആ നേട്ടങ്ങൾ നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിനും പ്രയോജനപ്പെടും. നിങ്ങൾ നാളെ പഠിച്ചു മിടുക്കരായ ഒരു പുതിയ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ കണ്ടുപിടുത്തം കൊണ്ടുണ്ടാകുന്ന നേട്ടം നിങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിന് മുഴുവനുമാണ്. ഇവിടെ പിന്നെ ഇലക്ട്രിസിറ്റി കണ്ടുപിടിച്ചപ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ ആറ്റം ബോംബ് പിന്നെ അത് ബ്രേക്ക് ചെയ്യാനായിട്ട് കണ്ടുപിടിച്ചപ്പോഴും ഒക്കെ അതിന് നന്മയും തിന്മയും ഉണ്ട്. ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേടിയെടുക്കുന്ന നേട്ടങ്ങൾ അതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് മാത്രമല്ല, അതിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനുമാണ്. നിങ്ങൾക്കും ഉണ്ട്, അതുപോലെ തന്നെ ലോകത്തിന് മുഴുവനുണ്ട്. അതുപോലെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളവരായി വളർന്നു വരണം. പരമമായി ഏറ്റവും പ്രധാനപ്പെട്ടതായി വേണ്ടത്, നിങ്ങൾക്ക് അപ്പ അമ്മ എന്ന് പറയുന്ന നിങ്ങളുടെ വീട്ടിലെ അപ്പയോടും അമ്മയോടും ഉള്ള ബന്ധത്തോടൊപ്പം തന്നെ ദൈവമാകുന്ന എൻ്റെ അപ്പയും എന്നോടൊപ്പം ഉണ്ട് എന്ന ഒരു ബോധം, ഒരു വികാരം, ഒരു വിശ്വാസം, ഇത് നിങ്ങൾ ശക്തമായിട്ട് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ധ്യാസമയത്ത് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്. ദീർഘമായി ഞാനൊന്നും തന്നെ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നിങ്ങളൊക്കെ
അറിവിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന ബാലന്മാരാണ്, ബാലികമാരാണ്. അവർക്ക് ഇനിയും ഒത്തിരി കാര്യങ്ങൾ നേടാനുണ്ട് ജീവിതത്തിലൂടെ. അതൊക്കെ നേടി ലോകത്തിനും ദൈവത്തിനും സമൂഹത്തിനും പരിശുദ്ധ സഭയ്ക്കും നിങ്ങൾ വലിയ നേട്ടങ്ങൾ നൽകുന്നവരാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ എളിയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ ദൈവം നമ്മെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. Your Holiness, J.P. Pregnancy, and other Achintan here, they were children. I hope you appreciate me if I speak in English rather than in Malayalam. I realized that in my class which I conducted earlier, there's all for English words and English statements. There was a big mela going on, a great festival, where so many shops and business people, they were carrying on their business. And there was one fellow who was a salesman of balloons. He was selling balloons of different colors. And the children were enamored. They were all attracted by the balloon when it is inflated in with different shapes, different colors, and it flies high. You know how he just inserts into it hydrogen or what? Helium. And then it flies up. All the time there was a small kid, a boy, he was watching it. And he noticed that balloon, the color of yellow balloon, it goes up. Then another balloon, red balloon, then white, all colors he so noticed. And then afterwards he came and asked, "Uncle, will a black balloon also fly?" Because he was watching, hitherto all other colors had gone up, but not so far any black balloon. So he asked, "Uncle, will a black balloon also fly?" Then he said, "My dear son, it is not the color of the balloon, not the size of the balloon, not the shape of the balloon that makes it fly. That what makes it fly, what is inside it makes it fly. You inflate it with helium, what will happen? And so, in life, if you want to fly up, it's not your external features, it's not your family background, it is not your wealth or your beauty, nothing of that sort, but what is inside you that will make you rise up in your life, in your career. So what should be inside us? That's what I'd like to mention. Christ should be in us. That Jesus Christ, who is the ever-living, who is the same yesterday, today and forever, if He abides in us, and if He inspires us,
And if He guides us in our endeavors and our efforts, then we can rise higher and higher. So at this age, teenage is a time of great temptations and also a time of transition. Physical, mental, and the spiritual growth, sudden growth takes place more than any other time during the teenage. So it's a transition period, and it is in this period that you need that inner vision and also that inside power. I remember while I was a small kid like you, I lived in a small village, and we did not have any other facility. Even buildings in those days were all thatched buildings with coconut leaves and all that, with limited facilities there. But there was one thing which I was greatly inspired. We had several spiritual meetings around us, and also the church teaching Sunday school. These were the things which inspired me. And today what I am is because of the training in those days I got from my Sunday school, and also for the spiritual meetings and other engagements which I had the great privilege during those days. And so I appreciate you and I congratulate you for the fact that when you got the vacation time, you did not go out for merrymaking, for enjoying the time, but you found it was better to be here, to be in this, as Achan mentioned, at the headquarters of our church, in the seminary, where generations of priests and spiritual leaders were trained and sent out, and who had championed the cause of the church. And it is to be here, and I am sure you will be greatly benefited, and when you go return, you will have many, many sweet memories of your one week stay here in many respects. And I hope that Christ will indwell in you, that Christ indwell you, and His Spirit inspire you. Then you can rise up both in your studies and also in your career, in whatever sphere of life you choose. There you can rise up if Christ, the living Lord, with His message and with His inspiration, if He is in you, then you can rise up. So it is not the color, but what is inside that will make you fly. So I wish you all the best, and may God bless you. Now, we have reached the concluding session, the time of this session. When I turned back as a child, like Joshua Achan said, I also happened to be from the same village where Joshua Achan was born and lived. You see, I have attended many of our enthusiasm and youth league conferences. I never got an opportunity to visit this place because in those days this Sophia Center was a center of intellectual discussions and the hub of Orthodox learning, not for laity, not for young people like us. You all are really lucky to be here. Like Pavel Dirumeni and Achan said, Orthodoxy is a way of life. When I say way of life, it is to feel from your heart. You are taking something from this place to UAE, like a candle. Because the strength of Orthodox Church, in presence of Pavel Dirumeni, I am telling, it is more than which anybody can understand in UAE. We as a church has to do much for
training our people. I would say not only the Sunday school children, the whole Orthodox community. The way we are training our Orthodox community, I would say, is less in UAE. When I say less, the reason is, let me start with one church. Dubai Church is having 6,000 people attending the church. And I would say another 5,000 bachelors, maybe 3,000, who are not members of the church. There are 7 churches in UAE. If you take the average strength of UAE, we need more energy, we need more training, we need more input from the church in UAE. Because our people, our own people who are born in great families, good families, are going away from our church. It is the responsibility of the church to understand how we can equip the people of UAE to be better, to be equipped in a better way. I just mentioned this since Bhavatirmeni is there, and this is a very closed door meeting. In open meetings, we won't be able to say that. This is a grief. This is a sort of mind, bursting thing in my heart, that there is great potential in UAE, and the church, with permission of Bhavatirmeni, I request that let us plan something for UAE, which will be useful for all of us. Now, coming back to this August meeting's conclusion, we are all blessed with the presence of Bhavatirmeni. Bhavatirmeni is busy, and he has taken time to come here and bless us. We thank you, Tirumeni, for being with us, and from the bottom of our heart, we thank you for that. We have in our midst our senior most professor of this theological seminary, who is the principal also, Reverend Father T.J. Joshua Achin. We thank you, Achin, for being with us and blessing us with your presence. We have the principal, Reverend Dr. Jetu Kurian Achin, here. Thank you, Achin, for being with us and blessing us with your presence. We have had many parents in the morning session. They have taken all the pain of taking their children from UAE, going to their villages and taking them here. We thank our parents for this great support for UAE Sunday School. We have a battery of organizers with the leadership of MP George Achin. Without them, it would not have been possible. We thank Achin and the team here for helping us, supporting us, and enriching us. Now, it is the turn of you people, my children. It is your turn, it is your time. Take, like Joshua Achin said, feel the power of the Holy Spirit from this place, and it will be there forever in your life. May God bless all of us. Thank you.